ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാമേ. കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപയർ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് പരിപ്പ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ട് മീനിനെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അരപ്പ് നേരത്തെ തന്നെ ഫ്രിഡ്ജിനകത്ത് ചെയ്ത് വെച്ചിരുന്നേ. ഇതെന്തൊക്കെയാണെന്നറിയാവോ? വെളുത്തുള്ളി, ഉള്ളി, മുളക്, കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് അരച്ച് ഞാനങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അതിനെല്ലാം നല്ലോണം മീനിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി വന്ന മീനിനെ ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കണ്ടെയ്നറിലാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ നാളെ ആയിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ചെറുപയർ, അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നല്ലോണം കഴുകുമ്പോഴത്തേക്ക് അതിൽ തോടൊക്കെ അങ്ങ് മാറും കേട്ടോ. എന്നിട്ട് കുക്കറിലിട്ട് ഒരു 3 വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്ക് നല്ലോണം വേവും. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ കൂടെ വെച്ചേ. അതല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയെല്ലാം കൂടെ കയറിയിട്ട് ആ വിസിലിൻ്റെ ഹോളില്ലേ, കുക്കറിൻ്റെ ഹോളില്ലേ, അതിൽ കയറി അടയും. അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും ലേശം ജീരകം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി പയർ വേകുന്ന സമയം കൊണ്ടേ നമുക്ക് ആ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. എണ്ണ വെച്ചിട്ടുണ്ട്, അതിലേക്ക് മീൻ കഷ്ണങ്ങൾ നിരത്തി അങ്ങ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങാൻ നേരത്ത്, അത് കോരി മാറ്റാൻ നേരത്ത് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കോരി അങ്ങ് മാറ്റി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മോദ എന്ന് പറയുന്ന ഒരു മീനായിരുന്നു കേട്ടോ. വെള്ള കഷ്ണമാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ വെള്ള കഷ്ണമാണ് ഇഷ്ടം. ഈ സമയം കൊണ്ട് പയർ വെന്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിനകത്തിട്ടിരുന്ന സ്പൂൺ അങ്ങ് എടുത്ത് മാറ്റിക്കോണേ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരത്തെ ഇതുകൂടെ കിട്ടും. അങ്ങനെ സ്പൂണിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നില്ലേ, ആ അരപ്പിനെ അതിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഈ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി അങ്ങ് മാറ്റി വെച്ചു. ഊണ് തയ്യാറായി കേട്ടോ. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. കുറച്ച് ചോറും എടുത്ത് കുറച്ച് പരിപ്പും മീനിൻ്റെ പൊരിച്ചതും മാങ്ങാക്കറി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. പിന്നെന്താ, പപ്പടവും കൂടെ ഉണ്ടായിരുന്നു. പപ്പടവും കൂടെ വെച്ചിട്ട് നല്ല കുശാലായിട്ട് അങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.